കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഹിഷാം എന്ന് പറയുന്ന ഒരു കുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു അത്. ഈ സംഭവം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളാകുന്നു, പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. നമുക്കറിയാം, വാൽപ്പാറയിലുണ്ടായ ദുരന്തം ഒരുപക്ഷെ കേരള ജനതയെ വല്ലാണ്ട് നൊമ്പരത്തിലാഴ്ത്തിയ, വളരെയധികം സങ്കടപ്പെടുത്തിയൊരു ദുരന്തമായിരുന്നു അത്. ആ ദുരന്തത്തിൽ അധ്യാപകരും കുട്ടികളും അടക്കം 10ഓളം പേർ മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്. സ്കൂളിലെ അവധിക്കാലം ആഘോഷിക്കാൻ സന്തോഷത്തോടെ വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു അവർ. പക്ഷെ ആ ആഘോഷം ഒരു ദുരന്തമായി മാറി. ആ ഒരു ദുരന്തത്തിൽ നമ്മെ ഏറെയും വേദനിപ്പിച്ച ഒരു മരണമെന്ന് പറയുന്നത് ഹിഷാം എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മരണമായിരുന്നു. അന്ന് ആ ഒരു ദുരന്തത്തിൽ ഹിഷാം മാത്രമല്ല മരണപ്പെട്ടു പോയത്, ഹിഷാമിൻ്റെ ഉമ്മ സുഹറയും മരണപ്പെട്ടിരുന്നു. എല്ലാവരെയും വളരെയധികം വേദനയിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ ഈ അപകടത്തിന് ശേഷം മറ്റൊരു സംഭവം കൂടി നമ്മെ എല്ലാവരെയും വീണ്ടും കണ്ണീരണിയിപ്പിക്കുകയാണ്. ഹിഷാമിൻ്റെ എക്സാം റിസൾട്ട് വന്നിരുന്നു. പഠനത്തിൽ അത്യന്തം മികവ് പുലർത്തിയിരുന്നു ഹിഷാം. പരീക്ഷാഫലം വന്നപ്പോൾ 300-ൽ 297 മാർക്ക് നേടി ക്ലാസ്സിലെ ആൺകുട്ടികളിൽ 1-ാം സ്ഥാനം നേടി. ഗണിതത്തിൽ 40-ൽ 39 മാർക്കും അറബിയിൽ പൂർണ്ണ മാർക്കും ഉൾപ്പെടെ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് ഈ മിടുക്കനെ തേടിയെത്തിയത്. പക്ഷെ അവൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കാണാനുള്ള ഭാഗ്യം ആ പൊന്നുമോൻ ഇല്ലാതായിപ്പോയി. അവൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനിടയിലാണ് അധ്യാപിക ശ്രീല ടീച്ചർക്ക് ഈ ദുരന്ത വാർത്ത ലഭിക്കുന്നത്. നമ്പർ 32 മുഹമ്മദ് ഹിഷാം എ എന്ന് ക്ലാസ്സിൽ വിളിക്കുമ്പോൾ ഇനി ആ പുഞ്ചിരിയോടെ ഓടിവരാൻ അവനില്ല എന്നുള്ള സത്യം അവൻ്റെ സഹപാഠികളെയും അധ്യാപകരെയും ഏറെ വേദനിപ്പിക്കുകയാണ്. മകൻ്റെ വിജയത്തിൽ സന്തോഷത്തോടെ ഒപ്പിടേണ്ടിയിരുന്ന ആ പ്രോഗ്രസ് റിപ്പോർട്ട് പോലും കാണാനാകാതെ ഉമ്മ സൂറയും മകനോടൊപ്പം യാത്രയായി. പഠനത്തിലും കളികളിലും സുഹൃത്തുക്കളുടെ ഇടയിലും എന്നും സജീവമായിരുന്ന ഹിഷാമിൻ്റെ ഓർമ്മകൾ സ്കൂളിൻ്റെ മുറ്റത്ത് ഇന്ന് മൗനമായി നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു വശത്ത് കഠിനാധ്വാനത്തിൻ്റെ മധുരമുള്ള ബലം, മറുവശത്ത് തീരാത്ത വേദനയുടെ കണ്ണുനീറും. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എല്ലാവരും പങ്കുവെക്കുന്നത് നിഷ്കളങ്കമായി കൊണ്ട് ചിരിച്ചു നിൽക്കുന്ന ഹിഷാം എന്ന് പറയുന്ന ആ കൊച്ചുമിടുക്കൻ്റെ ചിത്രമാണ്. വാൽപ്പാറയിലെ ആ ദുരന്തം ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല, ഒരു നാടിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളെയാണ് തല്ലിക്കെടുത്തിയത്. നല്ല മാർക്കോടുകൂടിയുള്ള പരീക്ഷാഫലം വരുന്ന സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ നല്ല ആവേശമുണ്ടാകാറുണ്ട്, സന്തോഷമുണ്ടാകാറുണ്ട്. മക്കൾ നല്ല മാർക്ക് വാങ്ങുന്ന സമയത്ത് ആ മാതാപിതാക്കളുടെ കണ്ണുകളിൽ തിളങ്ങുന്ന ഒരു തിളക്കമുണ്ട്. ഇവിടെ ഹിഷാം നേടിയത് 300-ൽ 297 മാർക്കാണ്. അതായത് വെറും 3 മാർക്ക് മാത്രമാണ് കുറവുള്ളത്. എത്ര വലിയ നേട്ടമാണിത്! ഒരു വിദ്യാർത്ഥി തൻ്റെ പഠനകാലത്ത് സ്വപ്നം കാണുന്ന ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു വാർത്ത കേൾക്കാൻ, ഈ മാർക്ക് ലിസ്റ്റ് ഒന്ന് കയ്യിലെടുക്കാൻ ഹിഷാം എന്ന് നമ്മോടൊപ്പമില്ല. ആ 297 എന്ന മാർക്ക് ഇന്നവൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്നത് സന്തോഷമല്ല, നേരെ മറിച്ച് നെഞ്ചുകീറുന്ന വേദനയാണ്. ഇത് കാണാൻ നീ ഇന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തുടങ്ങുന്ന പലരുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എല്ലാവരെയും കണ്ണു നനയിപ്പിക്കുകയാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധയോ അല്ലെങ്കിൽ വിധിയുടെ വിളയാട്ടമോ എന്നറിയില്ല, ആ അപകടം ഹിഷാമിനെ നമ്മിൽ നിന്നും തട്ടിയെടുത്തു. യാത്രകൾ എപ്പോഴും ഓർമ്മയുണ്ടാക്കാനുള്ളതാണ്, നല്ല നല്ല മനോഹരമായ ഓർമ്മകൾ. എന്നാൽ ഹിഷാമിൻ്റെ യാത്ര അവസാനിച്ചത് മായാത്തൊരു മുറിവായിട്ടാണ്. അപകടം സംഭവിക്കുമ്പോൾ നമ്മൾ പറയും ജാഗ്രത വേണമെന്നൊക്കെ. എന്നാൽ ചില സമയങ്ങളിൽ, ചില നേരങ്ങളിൽ നമ്മുടെ ജാഗ്രതയേക്കാൾ വേഗത്തിൽ മരണം ഓടിയെത്താറുണ്ട്. ഇന്ന് നമ്മൾ ചിരിച്ചുകൊണ്ട് കാണുന്ന വ്യക്തികൾ നാളെ ഉണ്ടാകണമെന്നില്ല. ഈ അഭിമാനകരമായ ആ ഒരു നിമിഷം ആഘോഷിക്കാൻ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ലല്ലോ എന്നോർക്കുമ്പോഴുണ്ടാക്കുന്ന ആ ഒരു വേദന, അത് സങ്കല്പിക്കാനും പോലും ആകില്ല. നമുക്ക് ചെയ്യാനാകുന്നത് അവന് വേണ്ടി, അവൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. മകൻ്റെ വിയോഗം താങ്ങാനുള്ള കരുത്ത് ആ പാവം പിതാവിനുണ്ടാകട്ടെ. നമുക്ക് 297 മാർക്കോടുകൂടി നല്ല വിജയം കരസ്ഥമാക്കിയ ആ ഹിഷാം പരീക്ഷയ്ക്ക് മുമ്പായിട്ട് തൻ്റെ സഹപാഠികളോടും അധ്യാപകരോടുമൊക്കെ എന്തെല്ലാം സ്വപ്നങ്ങളായിരിക്കും പങ്കുവച്ചിട്ടുണ്ടാവുക. ഒരു ഡോക്ടർ ആകണമെന്നോ എഞ്ചിനീയർ ആകണമെന്നോ അങ്ങനെ പലതരം ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ പരീക്ഷാഫലം വരുന്ന ദിവസം വീട്ടിലുണ്ടാകേണ്ടിരുന്ന ആ പുഞ്ചിരിക്ക് പകരം ഇന്ന് ആ വീട്ടിൽ മൗനം മാത്രമാണ്. ഒരു പരീക്ഷാഫലം വരുന്ന സമയത്ത് ഹിഷാമിൻ്റെ കൂട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ മാർക്ക് ലിസ്റ്റ് അവർ നോക്കുമ്പോഴും അവർ ഹിഷാമിനെ തിരയുന്നുണ്ടാകും. ഒരുമിച്ചിരുന്ന് പഠിച്ചവരും കളിച്ചവരും ആ ബെഞ്ചിലെന്ന് അവനില്ല എന്ന സത്യത്തോട് എങ്ങനെയാകും പൊരുത്തപ്പെടുക? ക്ലാസ് മുറികളിലെ അവൻ്റെ ആ ഒഴിഞ്ഞ കസേര ആ വിജയത്തിൻ്റെ തിളക്കം കെടുത്തുന്നുണ്ടാകും. ആഹ്ലാദത്തോടെ സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ നിന്നും ആ വാഹനത്തിലേക്ക് കയറുമ്പോൾ, ആ യാത്ര പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ അത് അവസാനത്തെ യാത്രയായിരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. നോക്കിവിടെ ഹിഷാമിൻ്റെ മാതാപിതാക്കൾ ആ പൊന്നുമോനിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടാകും. ആ 300-ൽ 297 മാർക്ക് വാങ്ങുന്ന സമയത്ത് ആ മിടുക്കൻ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് പഠിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആ മകൻ്റെ വലിയ വിജയങ്ങൾ കണ്ട് അഭിമാനിക്കാൻ കാത്തിരുന്ന ആ പ്രിയപ്പെട്ടവരുടെ മുന്നിലേക്ക് വന്നത് അവൻ്റെ മാർക്ക് ലിസ്റ്റ് മാത്രമല്ല,
ഉണങ്ങാത്ത മുറിവുകൾ കൂടിയാണ്. ഒരായുസിലെ മുഴുവൻ കണ്ണീരും പിതാവ് ആ റിസൾട്ട് പേപ്പറിൽ വീഴ്ത്തിയിട്ടുണ്ടാകും. സാധാരണ ഇത്രയും വലിയ മാർക്ക് കിട്ടുന്ന സമയത്ത് വീട്ടിൽ മധുരം വിതരണം ചെയ്തും അയൽക്കാർ വന്ന് അഭിനന്ദിക്കുകയും ഒക്കെയാണ് കാണാറുള്ളത്. എന്നാൽ ഹിഷാമിൻ്റെ വീട്ടിൽ ആ മധുരത്തിന് പകരം കണ്ണീരാണ്. ആ വിജയം കാണേണ്ടവൻ അങ്ങ് ദൂരെ മണ്ണിൽ നിശബ്ദനായി ഉറങ്ങുകയാണ്. റിസൾട്ട് വന്ന നിമിഷം ഹിഷാമിൻ്റെ സ്കൂളിലെ അധ്യാപകർ ആ മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് വിതുമ്പിയിട്ടുണ്ടാകും. അവനെ സ്റ്റേജിൽ വിളിച്ച് ആദരിക്കാനും മധുരം വിതരണം ചെയ്യാനുമൊക്കെ അവർ പദ്ധതിയിട്ടിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് ആ സ്കൂൾ മുറ്റത്ത് ഒരു വലിയ മൗനമാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ച് തൻ്റെ ഏറ്റവും മിടുക്കനായ ശിഷ്യൻ്റെ മാർക്ക് ലിസ്റ്റ് അവൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിക്കേണ്ടി വരുന്നതിലും വലിയൊരു ദുരന്തമില്ല. ഒരു പിതാവിനെ സംബന്ധിച്ച് തൻ്റെ മകൻ തന്നേക്കാൾ ഉയരത്തിൽ വളരുന്നത് കാണാനായിരിക്കും ഏതു പിതാവും ആഗ്രഹിക്കുക. തൻ്റെ മകൻ നാടിൻ്റെ അഭിമാനമായി നിൽക്കുന്നത് കാണാൻ കൊതിച്ച ആ മനുഷ്യന് മകൻ്റെ നേട്ടം ഇന്നൊരു നോവായി മാറിയിരിക്കുന്നു. റിസൾട്ട് വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ആ പൊന്നുമോൻ യാത്രയാകുന്നത്. എല്ലാവരും അവൻ്റെ വിജയം അറിഞ്ഞപ്പോൾ അവൻ മാത്രം അവന് വിജയം അറിഞ്ഞില്ല. ഹിഷാം ആ മൺമറഞ്ഞ വഴിയിൽ തനിച്ചായിരുന്നില്ല. അവന് ജീവൻ നൽകിയ, അവൻ്റെ ഓരോ വിജയത്തിലും ഒരുക്കി പ്രാർത്ഥിച്ച അവൻ്റെ ഉമ്മയും ആ അപകടത്തിൽ അവനോടൊപ്പം യാത്രയായി. പരീക്ഷ എഴുതി വീട്ടിൽ വരുമ്പോൾ ആ ഉമ്മയോടായിരിക്കുമല്ലോ അവൻ ആദ്യമായി പറഞ്ഞിട്ടുണ്ടാവുക, ഉമ്മ എനിക്ക് എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ടിയെന്ന്. മകൻ്റെ വിജയത്തിനായി പ്രാർത്ഥിച്ച ആ ഉമ്മയ്ക്ക് അവൻ്റെ തിളക്കമുള്ള ആ റിസൾട്ട് കാണാൻ വിധി സമയം നൽകിയില്ല. പക്ഷെ ഒന്നുണ്ട്, മകനെ തനിച്ചാക്കി പോകാൻ ആ ഉമ്മയ്ക്ക് കഴിയുമായിരുന്നില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കണം വിധി അവരെ ഒരുമിച്ച് കൂടെ കൂട്ടിയത്. ഞാൻ ആലോചിക്കുന്നത് ഹിഷാമിൻ്റെ ഉപ്പയുടെ ആ കുടുംബനാഥൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. തൻ്റെ ഭാര്യയും താൻ ഓമനിച്ച് താലൊലിച്ച് വളർത്തിയ തൻ്റെ പ്രിയപ്പെട്ട മകനും നഷ്ടപ്പെട്ട ആ പിതാവിൻ്റെ അവസ്ഥ, അതിൻ്റെ വേദന പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. തൻ്റെ മകൻ്റെ ആ ഒരു വിജയത്തിൻ്റെ പിന്നിലെ ആ സന്തോഷം ആസ്വദിക്കാൻ തൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കൂടെയില്ല. ആ വീടിൻ്റെ വെളിച്ചമാണ് അണഞ്ഞുപോയത്. ഒരു ദിവസം കൊണ്ട്, ഒരു നിമിഷത്തെ അപകടം കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ 2 പ്രിയപ്പെട്ടവരാണ് ഇല്ലാതായത്. ഒരു വശത്ത് തൻ്റെ സ്വന്തം പ്രാണനായ ഭാര്യ, മറുവശത്ത് നാടിൻ്റെ അഭിമാനമായി വളരേണ്ടിയിരുന്ന മകൻ. ആ 2 പേരുടെയും വേർപാട് താങ്ങാൻ ആ മനുഷ്യന് എങ്ങനെയാണ് സാധിക്കുക? ഈ ഭൂമിയിൽ അവർക്ക് ഒരുമിച്ച് ആ വിജയം ആഘോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വർഗത്തിൽ ആ ഉമ്മയും മകനും ഒരുമിച്ചുണ്ടാകും. അവിടെ ഈ 297 മാർക്കിൻ്റെ തിളക്കത്തേക്കാൾ വലിയ പ്രകാശത്തോടെ ആ ഉമ്മ തൻ്റെ മകനെ ചേർത്ത് പിടിക്കുന്നുണ്ടാകും. എൻ്റെ മോൻ വിജയിച്ചു എന്ന് പറഞ്ഞ് ആ ഉമ്മ അവിടെ അവനെ ഉമ്മ വയ്ക്കുന്നുണ്ടാകും. പരീക്ഷയിൽ തോറ്റുപോയി ജീവിതം അവസാനിപ്പിക്കുന്ന യുവതി യുവാക്കളും ചെറുപ്പക്കാരുമുള്ളൊരു കാലത്താണ് ഇത്രയും ഉന്നത വിജയം ഉണ്ടായിട്ടും അത് ആസ്വദിക്കാൻ കഴിയാതെ ഒരു മിടുക്കൻ വിടവാങ്ങുന്നത്. റാങ്കുകൾക്കും ഗ്രേഡുകൾക്കും പിന്നാലെ പോകുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഹിഷാമിൻ്റെ ഈ ഒരു സംഭവം നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. മക്കൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നതിനേക്കാൾ പ്രധാനം അവർ നമ്മുടെ കൂടെയുണ്ട് എന്നതാണ്. നിങ്ങൾ നോക്കൂ, ഈ 297 മാർക്ക് ഇപ്പോൾ ആർക്കാണ് ഗുണം ചെയ്യുക? സ്നേഹിക്കാൻ ആളില്ലെങ്കിൽ ആ വിജയം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് മാർക്കിനേക്കാളും ഗ്രേഡിനേക്കാളും വലുത് നമ്മുടെ മക്കളാണ്, അവരുടെ ആ ഒരു സമീപനമാണ് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്.